ഹായ് സ്റ്റുഡൻസ്, മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ജെഇ മെയിൻ 2025 ജാനുവരി 23 നടന്ന ഫസ്റ്റ് സെഷൻ, അതായത് മോർണിംഗ് സെഷനിലെ ക്വസ്റ്റ്യൻസ് ആണ്, കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ അധികം വൈകിക്കാണ്ട് നമുക്ക് ഓരോ ക്വസ്റ്റ്യനിലേക്ക് കടന്ന് അതിൽ ആ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിൽ നിന്നാണ്, അതിൽ ഏത് കൺസെപ്റ്റ് നിന്നാണ്, എന്നിട്ട് അതെങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത്, ഇതാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് വേണമെങ്കിൽ നമുക്ക് പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ നിന്നുള്ള ചോദ്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്ത് പറയാം. പക്ഷേ കുറച്ചും കൂടി ഇതിന് റെലവൻ്റ് ആയിട്ട് നമ്മൾ പറയണമെങ്കിൽ അത് ഡി ബ്ലോക്കിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന് പറയുമ്പോഴാണ് കുറച്ചും കൂടി അതിൻ്റെ റെലവൻസ് ഉണ്ടാവുക. കാരണം പീരിയോഡിക് ക്ലാസിഫിക്കേഷനിൽ നമ്മൾ അത്ര ഡി ബ്ലോക്ക് എലമെൻസിനെ കുറിച്ചൊന്നും അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ പറഞ്ഞു പോകാറില്ല. അപ്പം ഇത് സ്പെസിഫിക്കലി സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് ഡി ബ്ലോക്ക് എലമെൻസിലെ ക്വസ്റ്റ്യൻ ആണ് എന്ന്. അപ്പോൾ ഇതിലെ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്, ഡയറക്റ്റ് ആണ്, ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കൂ. ദി എലമെൻറ്റ് ദാറ്റ് ഡസ് നോട്ട് ബിലോങ് ടു ദ സെയിം പീരീഡ് ഓഫ് ദ റിമൈനിങ് എലമെൻറ്റ്സ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ പലേഡിയം നമുക്കറിയാം, നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം. അപ്പോൾ പലേഡിയം കിടക്കുന്നത് 4D സീരീസിലാണ് എന്ന് നമുക്ക് മനസ്സിലായി. നിക്കൽ 3D ആണ്, അപ്പോൾ പലേഡിയം 4D, പ്ലാറ്റിനം 5D. ഇറിഡിയം, കൊബാൾട്ട്, റോഡിയം, ഇറിഡിയം അല്ലേ? കൊബാൾട്ട് 3D സീരീസ്, റോഡിയം 4D സീരീസ്, ഇറിഡിയം 5D സീരീസ്. അപ്പോൾ ഇവൻ 5D സീരീസിലാണ്. ഓസ്മിയം, ഫിറൂസ് ആലോചിച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും, അതായത് അയേൺ, റുഥീമിയം, ഓസ്മിയം. അഗെയിൻ ഓസ്മിയം എന്താണ്? 5D സീരീസ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നിക്കൽ, പലേഡിയം, പ്ലാറ്റിനം 5D സീരീസ്. അപ്പോൾ ഇത് മൂന്ന് പേരും എന്താണ്? 5D സീരീസിലാണ്. ആരാണ് ഒരേ സീരീസിലല്ലാത്തത് അല്ലെങ്കിൽ ഒരേ പീരീഡിലല്ലാത്തത് എന്നാണ് ചോദ്യം. സോ ദി ആൻസർ ഇസ്